നമസ്കാരം. ഈ മണ്ഡലകാലം സംഘർഷമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ശബരിമലയെയും അയ്യപ്പനെയും വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന രീതിയിലാണ് പിണറായി സർക്കാർ ശബരിമലയെ എത്തിക്കുന്നത്. ശബരിമല എന്നാൽ ഏത് വിശ്വാസികൾക്കും ദർശനം നടത്താൻ കഴിയുന്ന ഒരു പുണ്യ സ്ഥലമാണ്. അവിടേക്കാണ് പിണറായി സർക്കാർ എവിടെയൊക്കെയോ കിടക്കുന്ന പണക്കാരെ കൊണ്ടുവന്ന് ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ശബരിമലയിൽ ഓഫർ മഴകളാണ് പിണറായി നടത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ശബരിമലയിൽ വിവിധ കാര്യങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നവർക്ക് സൗജന്യ താമസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകുന്ന പ്രിവിലേജ് കാർഡുകൾ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പലവിധ ഓഫറുകളിലൂടെ സംഭാവന കെങ്കേമമാക്കുക എന്നാണ് ഒരു പ്രധാന ലക്ഷ്യം. 1 ലക്ഷം മുതൽ 3 കോടി രൂപയ്ക്ക് മുകളിൽ വരെ സ്പോൺസർ ചെയ്യുന്നവർക്ക് 10 വർഷത്തേക്കാണ് പ്രിവിലേജ് കാർഡുകൾ നൽകുക. അയ്യപ്പ സംഗമത്തിന് എത്തുന്ന ക്ഷണിക്കപ്പെട്ടവർക്ക് അവരുടെ മുന്നിൽ കാർഡുകൾ അവതരിപ്പിച്ച് കോടികൾ ഖജനാവിലേക്ക് എത്തിക്കാനാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമെടുത്തത്. അതായത് ശബരിമലയിൽ എത്തുന്ന ഭക്തരെ ഇനി 7 വിഭാഗമായി തിരിക്കും. സ്പോൺസർഷിപ്പ് തുകയുടെ അടിസ്ഥാനത്തിൽ 6 വിഭാഗമായാണ് പ്രിവിലേജ് കാർഡുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനൊപ്പം കാർഡില്ലാത്ത സാധാ അയ്യപ്പന്മാരുമുണ്ടാകും. കാർഡുള്ളവർക്ക് VIP പരിഗണനയും, അതില്ലാത്തവർക്ക് കല്ലും മുള്ളും കാലുക്കുമെത്ത് എന്ന ശരണം വിളിയുമായി മല ചവിട്ടാം. VIP ദർശനത്തിന് പുതിയ തലം വരുന്നതാകും കാർഡുകൾ. അതായത് അയ്യപ്പ ഭക്ത സംഗമത്തിന് എത്തുന്നവർ കാർഡിൽ കണ്ണിട്ട് സ്പോൺസർഷിപ്പ് നൽകുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ. സ്പോൺസർഷിപ്പുകളെ ദേവസ്വം ബോർഡിന്റെ വരുമാന കണക്കിൽ ഹൈക്കോടതി ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തുക വാങ്ങി ഇഷ്ടം പോലെ പലതും പണിത് കമ്മീഷനും ദേവസ്വം ബോർഡിലുള്ളവർക്കും വാങ്ങാം. ഇനി VIPകൾക്ക് ശ്രീകോവിലിലേക്കും പ്രവേശിക്കാനും ഇനി അനുവാദം കൊടുക്കുമോ? ഇനി ആ ഒരു ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത്. കാരണം സർക്കാരിനും ദേവസ്വം ബോർഡിനും ആവശ്യം പണമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശബരിമലയിലുണ്ട്. ഒരുപാട് വികസനങ്ങൾ വർഷങ്ങളായി, അതായത് അടിസ്ഥാന കാര്യങ്ങൾ പോലും ശബരിമലയിൽ എത്തിയിട്ടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോഴാണ് സ്പോൺസർഷിപ്പുകളെ വിളിച്ചുകൊണ്ട് ഒരു പണം കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്. മണ്ഡലപൂജ, മകരവിളക്ക്, വിഷുപൂജ, മാസപൂജ കാലയളവിൽ ശബരിമലയിൽ 5 ദിവസം സൗജന്യ താമസവും 5 പ്രസാദ കിറ്റും കാർ പാർക്കിംഗ് സൗകര്യവും ഡയമണ്ട് കാർഡിൽ ലഭിക്കും. 3 കോടി രൂപയ്ക്ക് മുകളിലാണ് ഡയമണ്ട് കാർഡിനുള്ള സ്പോൺസർഷിപ്പ് തുക. 4 പേർക്ക് ഡയമണ്ട് കാർഡ് നൽകും. 3 കോടിക്കും 1 കോടിക്കും ഇടയിലുള്ള പ്ലാറ്റിനം കാർഡിനുള്ള സ്പോൺസർഷിപ്പ് ആണെങ്കിൽ ഇതേ സൗകര്യങ്ങൾ ലഭിക്കുമെങ്കിലും അപ്പവും അരവണയും ഡയറിയുമുള്ള പ്രസാദ കിറ്റ് ഒരു 3 എണ്ണമായി കുറയും. പ്ലാറ്റിനം കാർഡും 3 പേർക്കാണ് നൽകാൻ പോകുന്നത്. 1 കോടി രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള സ്പോൺസർഷിപ്പിന് ഗോൾഡ് കാർഡാണ് 2 പേർക്കായി നൽകുന്നത്. താമസ സൗകര്യവും കാർ പാർക്കിംഗ് മുൻഗണനയുമെല്ലാം ഒരു സമാനമാണെങ്കിലും പ്രസാദ കിറ്റ് 2ആയി കുറയും. അതേ സൗകര്യങ്ങൾ നൽകുന്ന സിൽവർ കാർഡ് 50 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ ഒരാൾക്ക് നൽകും. 25 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ബ്രോൺസ് കാർഡിനുള്ള സ്പോൺസർഷിപ്പ്. ഒരു പ്രസാദ കിറ്റ് മാത്രമേ ബ്രോൺസ് കാർഡിന് ലഭിക്കൂ. 10 ലക്ഷം മുതൽ 1 ലക്ഷം രൂപ വരെയാണ് നോർമൽ കാർഡിനുള്ള സ്പോൺസർഷിപ്പ്. മണ്ഡലപൂജ, മകരവിളക്ക് ദിവസങ്ങൾ ഒഴികെ വർഷത്തിൽ 5 ദിവസം ശബരിമലയിൽ താമസിക്കുന്നതിന് മുറി ബുക്ക് ചെയ്യുന്നതിന് മുൻഗണനയും ഒരു പ്രസാദ കിറ്റും ലഭിക്കും. എല്ലാ പരിഗണനകളും സ്പോൺസർഷിപ്പ് നൽകി 10 വർഷത്തേക്ക് നൽകാനാണ് ഇപ്പോഴുള്ള തീരുമാനം. തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ, പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നിവരെ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാർഡുള്ള സ്പോൺസർമാർ ശബരിമലയിലെത്തിയാൽ അവർക്ക് പരിഗണന നൽകുന്നതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സെപ്റ്റംബർ 16-നും 21-നും ഇടയിൽ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാർ സംവിധാനങ്ങളോ ഫണ്ടോ അയ്യപ്പ സംഗമത്തിന് വിനിയോഗിക്കില്ല എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറയുന്നുണ്ട്. സംഗമത്തിന് എത്തുന്നവർ കാർഡുകൾ വ്യാപകമായി വാങ്ങുമെന്നൊരു പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡിനുള്ളത്. സ്പോൺസർഷിപ്പിന് പകരം പണമാകും ഭൂരിഭാഗം പേരും നൽകുക. ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഇപ്പോൾ നടക്കുന്ന പോലെ പണികൾ തുടരുകയും കാർഡുകൾ വിതരണം ചെയ്യാനാകുമെന്നാണ് ബോർഡിന്റെ ലക്ഷ്യം. ശബരിമലയുടെ പ്രാധാന്യം ലോകത്തിന് മുന്നിലെത്തിക്കാനും ആഗോള അയ്യപ്പ ഭക്തരെ ഒരേ വേദിയിലെത്തിക്കാനും ദർശന സൗകര്യം നൽകാനുമാണ് ലക്ഷ്യമെടുത്തത്. കേരളത്തിന് അകത്തും പുറത്തു നിന്നുള്ള സംഘടനകളെയും ക്ഷണിക്കും. 3000 പ്രതിനിധികളെയാണ് സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നത്. ലോക കേരള സഭാംഗങ്ങളെയും വിവിധ അയ്യപ്പ സേവാ സംഘങ്ങളെയും വിദേശത്തുള്ള മലയാളി സംഘടനകളെയും സംഗമത്തിന് ക്ഷണിക്കുന്നുണ്ട്. പിണറായിയുടെ അവസാനത്തെ ഭരണത്തിൽ ശബരിമലയുടെ അവസ്ഥ ഇനി എന്താകുമെന്ന് കണ്ടറിഞ്ഞു കാണണം. എന്തായാലും ഈ വരുന്ന മണ്ഡലകാല മകരവിളക്ക് അത്ര സുഗമമായ ഒരു അന്തരീക്ഷമായി ശബരിമലയിൽ ഉണ്ടാവാനുള്ള സാധ്യത, അതായത് ഭക്തർക്ക് സുഖത്തോടെ ഒരു ദർശനം നടത്താനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.